ലോക നയതന്ത്ര ഭൂപടത്തിൽ നരേന്ദ്രമോദി എന്ന അധികായന്റെ ഇമേജിന് ഒരല്പം കൂടി തെളിച്ചം വർദ്ധിച്ചിരിക്കുന്നു. മ്യാൻമർ പ്രസിഡന്റ് മിൻ ഓങ് ഹ്ലെയിങ്ങിനെ ഇന്ത്യയിൽ എത്തിച്ച് ഒരു മാസ് മുന്നേറ്റം തന്നെ മോദി നടത്തിയിരിക്കുന്നു. ഇതിൽ അത്ഭുതപ്പെടാൻ എന്തിരിക്കുന്നു എന്നാവും പ്രേക്ഷകർ ചിന്തിക്കുന്നത്. ഒരു അയൽ രാജ്യത്തെ പ്രസിഡന്റ് ഇന്ത്യയിൽ എത്തുന്നതിൽ എന്താണ് ഇത്ര പ്രാധാന്യം എന്നാവും മിക്കവരും ചിന്തിക്കുന്നത്. എന്നാൽ ആ വരവിന് ചില പ്രത്യേകതകൾ തീർച്ചയായും ഉണ്ട്. എന്തൊക്കെയാണെന്ന് ഞാൻ വിശദമാക്കാം. മ്യാൻമർ പ്രസിഡന്റ് ജനറൽ മിൻ ഓങ് ഹ്ലെയിങ്ങിന്റെ ഇന്ത്യൻ സന്ദർശനം ഒരു സാധാരണ അയൽ രാജ്യ തലവന്റെ സന്ദർശനം പോലെ ലളിതമായി കാണാൻ കഴിയില്ല. ചൈനയുമായുള്ള അനേകം വർഷങ്ങളായുള്ള അഭേദ്യമായ ബന്ധത്തെ താൽക്കാലികമായി മാറ്റി നിർത്തിയാണ് മ്യാൻമറിന്റെ ഈ നടപടി. ചൈനയേക്കാൾ കൂടുതൽ സുരക്ഷിതമായ ഒരു സുഹൃത്ത് ബന്ധം ഇന്ത്യക്ക് നൽകാനാവുമെന്ന ഉറച്ച പ്രതീക്ഷയോടെയാണ് ഈ മുന്നേറ്റം. ഇത് നരേന്ദ്രമോദിയുടെ നയതന്ത്ര വിജയത്തിന്റെ തെളിവാർന്ന ഒരു ഉദാഹരണം തന്നെയാണ്. മോദിയുടെ നയതന്ത്ര വിജയമായി ഈ സന്ദർശനം അന്താരാഷ്ട്ര തലത്തിൽ വിലയിരുത്തപ്പെടുന്നതിന് പിന്നിൽ കൃത്യമായ ചില ഭൗമരാഷ്ട്രീയ കാരണങ്ങൾ കൂടിയുണ്ട്. ചൈനയുടെ സ്വാധീന വലയത്തിൽ നിന്നുള്ള മ്യാൻമറിന്റെ നയതന്ത്രപരമായ മാറ്റത്തിന്റെ ആദ്യ പടിയാണ് ഈ സന്ദർശനം. മ്യാൻമറിലെ ഭരണം മാറിയ ശേഷം ജനറൽ മിൻ ഓങ് ഹ്ലെയിങ് നടത്തുന്ന ആദ്യത്തെ വിദേശ സന്ദർശനമാണിത്. സാധാരണയായി മ്യാൻമറിലെ ഭരണാധികാരികൾ തങ്ങളുടെ ആദ്യ സന്ദർശനത്തിനായി തിരഞ്ഞെടുക്കാറുള്ളത് അവരെ സാമ്പത്തികമായും സൈനികമായും വലിയ രീതിയിൽ സഹായിക്കുന്ന ചൈനയെയാണ്. എന്നാൽ ഇവിടെ ചൈനയെ മറികടന്ന് പ്രധാനമന്ത്രി മോദിയുടെ ക്ഷണം സ്വീകരിച്ച് അദ്ദേഹം തന്റെ ഔദ്യോഗിക സന്ദർശനത്തിന് ഇന്ത്യയിലെത്തി. ഇത് ചൈനയുടെ അയൽ രാജ്യങ്ങളെ സ്വാധീനിക്കുന്ന തന്ത്രങ്ങൾക്ക് ഇന്ത്യ നൽകിയ വലിയൊരു നയതന്ത്ര തിരിച്ചടിയാണ്. മ്യാൻമറിലെ ആഭ്യന്തര രാഷ്ട്രീയ സാഹചര്യങ്ങൾ കാരണം പാശ്ചാത്യ രാജ്യങ്ങളും പല അന്താരാഷ്ട്ര കൂട്ടായ്മകളും അവിടുത്തെ ഭരണകൂടത്തെ ഒറ്റപ്പെടുത്താൻ ശ്രമിക്കുന്ന സമയമാണിത്. ആയതിനാൽ ശക്തനായ ഒരു നയതന്ത്ര പങ്കാളി മ്യാൻമറിന് ഇപ്പോൾ ആവശ്യമാണ്. എന്നാൽ ചൈനയ്ക്ക് മുമ്പ് ഇന്ത്യയെ പരിഗണിച്ചതിൽ മ്യാൻമറിന് വ്യക്തമായ മറ്റു ചില കാരണങ്ങൾ കൂടിയുണ്ട്. മ്യാൻമർ പ്രസിഡന്റ് ജനറൽ മിൻ ഓങ് ഹ്ലെയിങ് തന്റെ ആദ്യ വിദേശ സന്ദർശനത്തിനായി ചൈനയെ തഴഞ്ഞ് ഇന്ത്യയെ തിരഞ്ഞെടുത്തതിന് പിന്നിൽ കൃത്യമായ നയതന്ത്ര ഭൗമരാഷ്ട്രീയ കാരണങ്ങളാണുള്ളത്. കേവലം ഒരു സൗഹൃദ സന്ദർശനത്തിനപ്പുറം മ്യാൻമറിനും അവരുടെ ഭരണകൂടത്തിനും വ്യക്തമായ ചില താല്പര്യങ്ങൾ ഇതിന് പിന്നിലുണ്ട് എന്ന് പറയാം. ചൈനയുടെ അമിത സ്വാധീനത്തിൽ നിന്നുള്ള മോചനം മ്യാൻമർ ഏറെക്കാലമായി ആഗ്രഹിക്കുന്നുണ്ട്. മ്യാൻമറിലെ സൈനിക ഭരണകൂടത്തെ പാശ്ചാത്യ രാജ്യങ്ങൾ ഒറ്റപ്പെടുത്തിയപ്പോൾ സാമ്പത്തികമായും സൈനികമായും അവരെ ഏറ്റവും കൂടുതൽ സഹായിച്ചത് ചൈനയായിരുന്നു. എന്നാൽ ഈ സഹായം മ്യാൻമറിനെ ചൈനയുടെ കടുത്ത നിയന്ത്രണത്തിലാക്കി. തങ്ങളുടെ ആഭ്യന്തര കാര്യങ്ങളിൽ ചൈന അമിതമായി ഇടപെടുന്നതായും മ്യാൻമറിലെ വിമത ഗ്രൂപ്പുകൾക്ക് ചൈന രഹസ്യമായി ആയുധങ്ങൾ നൽകുന്നതായും മ്യാൻമർ സൈന്യത്തിന് സംശയമുണ്ട്. അതിനാൽ ചൈനയെ മാത്രം ആശ്രയിച്ച് മുന്നോട്ട് പോയാൽ രാജ്യം അവരുടെ കടക്കെണിയിലും പൂർണ്ണ നിയന്ത്രണത്തിലുമാകുമെന്ന് മ്യാൻമർ ഭയപ്പെടുന്നു. ചൈനയ്ക്ക് ഒരു ബദലായിട്ടാണ് ഇപ്പോൾ അവർ ഇന്ത്യയെ കാണുന്നത്. മ്യാൻമറിന്റെ ആഭ്യന്തര രാഷ്ട്രീയത്തിൽ ഇടപെടാനോ അവരെ വിമർശിക്കാനോ ഇന്ത്യ മുതിരാറില്ല. മറ്റൊരു രാജ്യത്തിന്റെ ആഭ്യന്തര കാര്യങ്ങളിൽ ഇടപെടരുത് എന്ന ഇന്ത്യയുടെ വിദേശ നയം മ്യാൻമറിന് വലിയ ആശ്വാസമാണ് നൽകുന്നത്. പാശ്ചാത്യ രാജ്യങ്ങൾ ഉപരോധം ഏർപ്പെടുത്തിയപ്പോഴും മ്യാൻമറുമായുള്ള ചർച്ചകൾ പൂർണ്ണമായി ഉപേക്ഷിക്കാൻ ഇന്ത്യ തയ്യാറായില്ല. ഈ വിശ്വസ്തതയും പ്രായോഗിക നിലപാടുമാണ് ചൈനയേക്കാൾ കൂടുതൽ ഇന്ത്യയെ വിശ്വസിക്കാൻ മ്യാൻമറിനെ പ്രേരിപ്പിച്ചത്. കൂടാതെ ഇന്ത്യയിൽ നിന്നും വലിയ സാമ്പത്തിക സാങ്കേതിക സഹായവും മ്യാൻമർ ആഗ്രഹിക്കുന്നുണ്ട്. ചൈനയുടെ കടക്കെണിയിൽ പെടാതെ തങ്ങളുടെ സമ്പദ് വ്യവസ്ഥയെ തിരിച്ചുപിടിക്കാൻ മ്യാൻമറിന് ഇന്ത്യയുടെ സഹായം അത്യാവശ്യവുമാണ്. ഇന്ത്യയും മ്യാൻമറും തമ്മിൽ രൂപയും ക്യാറ്റും നേരിട്ട് ഉപയോഗിച്ച് വ്യാപാരം നടത്താനുള്ള സാമ്പത്തിക കരാറുകൾ ഇതിനകം നിലവിലുണ്ട്. അന്താരാഷ്ട്ര ഉപരോധങ്ങൾക്കിടയിലും തങ്ങളുടെ വ്യാപാരം സുഗമമാക്കാൻ ഈ സംവിധാനം അവരെ സഹായിക്കുന്നു. കൂടാതെ കൃഷി, ആരോഗ്യം, സാങ്കേതിക വിദ്യ, ഊർജം തുടങ്ങിയ മേഖലകളിൽ ഇന്ത്യ നൽകുന്ന പിന്തുണ അവർക്ക് നിർണായകമാണ്. ഇതിനു പുറമെ അതിർത്തി സുരക്ഷയെയും വിമത നീക്കങ്ങളെയും കുറിച്ചുള്ള ആശങ്കകൾ പരിഹരിക്കാനും മ്യാൻമർ ഇന്ത്യയുടെ സഹായം തേടുന്നുണ്ട്. ഇന്ത്യയും മ്യാൻമറും തമ്മിൽ 1600 കിലോമീറ്ററിലധികം അതിർത്തി പങ്കിടുന്നുണ്ട്. മ്യാൻമറിലെ ആഭ്യന്തര യുദ്ധവും വടക്കുകിഴക്കൻ അതിർത്തികളിലെ തീവ്രവാദ നീക്കങ്ങളും ഇരു രാജ്യങ്ങളുടെയും സുരക്ഷയെ ബാധിക്കുന്ന കാര്യമാണ്. മ്യാൻമറിലെ സൈനിക ഭരണകൂടത്തിന് തങ്ങളുടെ അധികാരം നിലനിർത്താനും അതിർത്തിയിലെ വിമത ഗ്രൂപ്പുകളെ അടിച്ചമർത്താനും ഇന്ത്യൻ സൈന്യത്തിന്റെ സഹകരണവും കൃത്യമായ വിവരങ്ങൾ പങ്കുവയ്ക്കലും അത്യാവശ്യമാണ്. കൂടാതെ സാംസ്കാരികവും ആത്മീയവുമായ ബന്ധവും ഇന്ത്യയോടൊപ്പം ചേരാൻ മ്യാൻമറിനെ പ്രേരിപ്പിക്കുന്നുണ്ട്. ഇന്ത്യയും മ്യാൻമറും തമ്മിൽ നൂറ്റാണ്ടുകളുടെ സാംസ്കാരിക ബന്ധമുണ്ട്. ബുദ്ധമതത്തിന്റെ ജന്മനാടായ ഇന്ത്യയോട് മ്യാൻമറിലെ ജനങ്ങൾക്കും ഭരണാധികാരികൾക്കും വലിയൊരു ആത്മീയ ബഹുമാനമുണ്ട്. പ്രസിഡന്റ് ഹ്ലെയിങ് ഇന്ത്യയിലെത്തിയ ഉടൻ ആദ്യം സന്ദർശിച്ചത് ബുദ്ധമത തീർത്ഥാടന കേന്ദ്രമായ ബോധ് ഗയയാണ്. ഈ ആത്മീയവും സാംസ്കാരികവുമായ അടുപ്പം ചൈനയുമായി സ്ഥാപിക്കാൻ മ്യാൻമറിന് കഴിയില്ല. അതിന് കാരണം ചൈനയുടെ ഔദ്യോഗിക രാഷ്ട്രീയ പ്രത്യയശാസ്ത്രവും ചരിത്രപരമായ നിലപാടുകളുമാണ്. ചൈന ഭരിക്കുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ്.
അവരുടെ ഔദ്യോഗിക നയം പ്രകാരം രാജ്യം ഒരു നിരീശ്വരവാദ ഭരണകൂടമാണ്. കഴിഞ്ഞ നൂറ്റാണ്ടിൽ ചൈനയിൽ നടന്ന സാംസ്കാരിക വിപ്ലവത്തിന്റെ ഭാഗമായി അവിടുത്തെ പരമ്പരാഗത ബുദ്ധമത കേന്ദ്രങ്ങളും സന്യാസിമാരും വലിയ രീതിയിൽ അടിച്ചമർത്തപ്പെട്ടിട്ടുണ്ട്. ഇന്നും ചൈനയിലെ മതപരമായ സ്വാതന്ത്ര്യത്തിന്മേൽ കടുത്ത നിയന്ത്രണങ്ങളുണ്ട്. അതിനാൽ തന്നെ മ്യാൻമർ പോലെയുള്ള ഒരു തീവ്ര ബുദ്ധമത വിശ്വാസമുള്ള രാജ്യത്തിന് ചൈനയെ ഒരു ആത്മീയ കേന്ദ്രമായി കാണാൻ കഴിയില്ല. എന്നാൽ ഇന്ത്യയുടെ സാഹചര്യം ഇതിൽ നിന്നും തികച്ചും വ്യത്യസ്തമാണ്. ലോകമെമ്പാടുമുള്ള ബുദ്ധമത വിശ്വാസികൾ ഏറ്റവും വിശുദ്ധമായി കരുതുന്ന 4 പ്രധാന പുണ്യസ്ഥലങ്ങളും ഇന്ത്യയിലാണ്. സിദ്ധാർത്ഥ ഗൗതമ ബുദ്ധനായി മാറിയ ബോധ്ഗയയിലെ മഹാബോധി ക്ഷേത്രം ഓരോ ബുദ്ധമതക്കാരന്റെയും ജീവിതത്തിലെ ഏറ്റവും വലിയ തീർത്ഥാടന ലക്ഷ്യമാണ്. ചരിത്രപരമായി അശോക ചക്രവർത്തിയുടെ കാലം മുതൽക്കേ ബുദ്ധമതം ഇന്ത്യയിൽ നിന്നും മ്യാൻമറിലേക്ക്, അന്ന് സുവർണ ഭൂമി എന്നറിയപ്പെട്ടിരുന്ന ആ പ്രദേശത്തേക്ക് പ്രചരിപ്പിക്കപ്പെട്ടതാണ്. ഈ ചരിത്രപരവും ആത്മീയവുമായ പാരമ്പര്യം ഇന്ത്യക്ക് മാത്രം അവകാശപ്പെട്ട ഒന്നാണ്. കൂടാതെ ചൈന അയൽ രാജ്യങ്ങളുമായി പുലർത്തുന്ന ബന്ധം പൂർണ്ണമായും ഭൗതികവും സാമ്പത്തികവും സൈനികവുമായ താല്പര്യങ്ങളിൽ മാത്രം അധിഷ്ഠിതമാണ്. ചൈനയുടെ വായ്പകളും അടിസ്ഥാന സൗകര്യ വികസന പദ്ധതികളും പലപ്പോഴും ആ രാജ്യങ്ങളെ തങ്ങളുടെ വരുതിയിലാക്കാനുള്ള തന്ത്രങ്ങളുടെ ഭാഗമായാണ് കാണാറുള്ളത്. നേരെ മറിച്ച് ഇന്ത്യയുമായുള്ള ബന്ധം കേവലം ബിസിനസ് കരാറുകൾക്കപ്പുറം ജനങ്ങൾ തമ്മിലുള്ള സാംസ്കാരികമായ അടുപ്പത്തിലും പരസ്പര ബഹുമാനത്തിലുമാണ് കെട്ടിപ്പടുത്തിരിക്കുന്നത്. ഈ ഒരു ഹൃദയബന്ധവും ചരിത്രപരമായ ആഴവും ചൈനയ്ക്ക് തങ്ങളുടെ പണമോ സൈനിക ശക്തിയോ ഉപയോഗിച്ച് ഒരിക്കലും നിർമ്മിച്ചെടുക്കാൻ സാധിക്കില്ല. ചുരുക്കത്തിൽ ചൈനയുടെ അധിനിവേശ സ്വഭാവമുള്ള തന്ത്രങ്ങളിൽ നിന്ന് അകലം പാലിക്കാനും തങ്ങളുടെ പരമാധികാരം നിലനിർത്താനും വിശ്വസ്തനായ ഒരു അയൽക്കാരൻ എന്ന നിലയിലുമാണ് മ്യാൻമർ ഇന്ത്യയെ ഒന്നാമതായി തിരഞ്ഞെടുത്തത്. നരേന്ദ്രമോദിയുടെ ശക്തമായ വിദേശ നയം ഈ സാഹചര്യം കൃത്യമായി വിനിയോഗിച്ചതാണ് ഇത് ഇന്ത്യയുടെ നയതന്ത്ര വിജയം കൂടിയാണ് എന്ന് പറയാൻ കാരണം. എന്നാൽ കേവലം വൈകാരികമായ നിലപാടുകൾക്ക് പകരം ഇന്ത്യയുടെ ദേശീയ താല്പര്യങ്ങൾക്കും അതിർത്തി സുരക്ഷയ്ക്കും മുൻഗണന നൽകുന്ന പ്രായോഗിക നയതന്ത്രമാണ് നരേന്ദ്രമോദി ഇവിടെ നടപ്പിലാക്കിയത്. വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിലെ തീവ്രവാദ ഗ്രൂപ്പുകളെ അടിച്ചമർത്താനും അതിർത്തി കടന്നുള്ള ലഹരിക്കടത്ത്, ആയുധക്കടത്ത് എന്നിവ തടയാനും മ്യാൻമറിന്റെ സഹകരണം ഇന്ത്യക്ക് അത്യാവശ്യമാണ്. മ്യാൻമറിന്റെ മണ്ണ് ഇന്ത്യക്കെതിരായ പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കാൻ അനുവദിക്കില്ലെന്ന ഉറപ്പ് വാങ്ങാൻ കഴിഞ്ഞത് സുരക്ഷാ മേഖലയിലെ വലിയൊരു വിജയമാണ്. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വ്യാപാരത്തിനായി രൂപയും ക്യാറ്റും നേരിട്ട് ഉപയോഗിക്കുന്ന സാമ്പത്തിക സംവിധാനം ശക്തമാക്കാൻ ഈ സന്ദർശനത്തിലൂടെ സാധിച്ചു. ഇത് അന്താരാഷ്ട്ര വ്യാപാരത്തിൽ ഡോളറിന്മേലുള്ള ആശ്രയത്വം കുറയ്ക്കാൻ സഹായിക്കും. കൂടാതെ ചൈനയുടെ ബെൽറ്റ് ആൻഡ് റോഡ് പദ്ധതിക്ക് ബദലായി ഇന്ത്യ വികസിപ്പിക്കുന്ന കലദാൻ മൾട്ടി മോഡൽ പ്രൊജക്ട്, ഇന്ത്യ മ്യാൻമർ തായ്ലൻഡ് ഹൈവേ എന്നിവയുടെ സുരക്ഷയും വേഗതയും ഉറപ്പാക്കാൻ ഈ ചർച്ചകൾ വഴി സാധിച്ചു. കൂടാതെ ഇന്ത്യയെ തെക്കുകിഴക്കൻ ഏഷ്യൻ രാജ്യങ്ങളുമായി ബന്ധിപ്പിക്കുന്ന പ്രധാന കവാടമാണ് മ്യാൻമർ. പ്രധാനമന്ത്രി മോദിയുടെ ആക്ട് ഈസ്റ്റ്, നെയ്ബർഹുഡ് ഫസ്റ്റ് എന്നീ വിദേശ നയങ്ങളുടെ കൃത്യമായ വിജയമായാണ് ഈ സന്ദർശനം കാണിക്കുന്നത്. അയൽ രാജ്യങ്ങളെ ചൈനയുടെ കടക്കണിയിൽപ്പെടുത്തുന്ന തന്ത്രങ്ങളെ പ്രതിരോധിച്ച് അവരെ വിശ്വസ്തരായ പങ്കാളികളാക്കി മാറ്റാൻ ഇന്ത്യക്ക് കഴിയുന്നു എന്നതിന്റെ തെളിവ് കൂടിയാണിത്. ചുരുക്കത്തിൽ ഒരു സാധാരണ സൗഹൃദ സന്ദർശനത്തിനപ്പുറം ചൈനയുടെ തന്ത്രപരമായ നീക്കങ്ങളെ പരാജയപ്പെടുത്താനും ഇന്ത്യയുടെ വടക്കു കിഴക്കൻ അതിർത്തികളുടെ സുരക്ഷ ഉറപ്പാക്കാനും കഴിഞ്ഞു എന്നതാണ് ഈ സന്ദർശനത്തെ മോദി സർക്കാരിന്റെ വലിയൊരു നയതന്ത്ര വിജയമാക്കി മാറ്റുന്നത്. എന്താണ് ഈ വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം? എന്തായിരുന്നാലും കമന്റ് ചെയ്യൂ. നമുക്ക് മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം. നന്ദി.